നമ്മുടെ ഈ യാത്രയുടെ ഉടനീളം നമ്മൾ പല സ്ഥലങ്ങളിൽ കേട്ടൊരു പാട്ടാണ്, ശിരസ്സുയർത്തി പറയുക നമ്മൾ ലഹരിക്ക് അടിപ്പിടിൽ ഒരു നാളും നാം എന്ന് പറയുന്നൊരു പാട്ട്. അത് യാത്രയിൽ ഉടനീളം നമ്മൾ കേട്ടു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ കേട്ടു. എനിക്ക് തോന്നുന്നു അത് ആ പാട്ട് പാടിയത് കൂടുതൽ NSSന്റെ വോളണ്ടിയേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ നൃത്തം കളിച്ചവർ കൂടുതൽ NSSന്റെ വോളണ്ടിയേഴ്സ് ആണ്. അതുകൊണ്ട് അത് NSSന്റെ ഒഫീഷ്യൽ എന്തെങ്കിലും പാട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും NSS വോളണ്ടിയർമാർ നമ്മുടെ യാത്രയിൽ ഉടനീളം ശക്തമായ പിന്തുണയുമായി കൂടെ വന്നു. നമ്മൾ തുടക്കത്തിൽ SKനൊപ്പം ദിവ്യശികമായി കയറി വന്നതും കോഴിക്കോട് NSS ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പദ്ധതിയിലെ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി മന്ത്രി ശ്രീ PM മുഹമ്മദ് റിയാസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം സർ. അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരെ, എല്ലാവരുടെയും പേര് പറഞ്ഞ് അഭിവാദ്യം ചെയ്തതായി അറിയിക്കുന്നത്. സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവരിൽ പലരോടും ഞാൻ പറഞ്ഞിരുന്നു, സമയം ലാഭിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് അങ്ങനെ പറയും. എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. ഒരുപാട് ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട്, എല്ലാവരും സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മാധ്യമ ലോകത്ത് 40 വർഷം പ്രവർത്തിച്ച ശ്രീ SKN ആ 40 വർഷം പൂർത്തീകരിക്കുമ്പോൾ എൻ്റെ കേരളം, എൻ്റെ അഭിമാനം, അരുത് അക്രമം, ലഹരി എന്ന ഒരു ആശയം മുൻനിർത്തി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇതുപോലെ ഒരു യാത്ര സംഘടിപ്പിക്കാൻ തയ്യാറായതിനെ ഞാൻ ആദ്യം തന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും 24ൻ്റെ ടീമിനെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പല യാത്രകളും നമ്മൾ കണ്ടിട്ട്, ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ കാൽനട ജാഥയും വാഹനജാഥയും ഒക്കെ നടത്തിയതാണ്, പങ്കെടുത്തതാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയുടെ ഭാഗമായി റോഡുകളുടെ പരിശോധന ദേശീയപാത അതോറിറ്റിക്കൊപ്പം ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നിരവധി തവണ യാത്ര ചെയ്തതാണ്. മലയോര ഹൈവേയുടെ ഭാഗമായി യാത്ര ചെയ്തതാണ്. എന്നാൽ മാധ്യമ ലോകത്ത് 40 വർഷം പൂർത്തീകരിച്ച് ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഞാൻ പലരിൽ നിന്നും അറിയാനിടയായി. അത് വളരെ നല്ല അനുഭവങ്ങളാണ്. അതും ലഹരിക്കെതിരെ ഉള്ളൊരു ക്യാമ്പയിനായിട്ടാണ്. തീർച്ചയായിട്ടും അത് ഓരോരുത്തർക്കും, ഓരോ വ്യക്തികൾക്കും, ഗ്രൂപ്പുകൾക്കും, പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ സാധ്യമാകുന്ന നിലയിൽ പ്രതിരോധം തീർക്കേണ്ട കാലം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവിടെ SKനും ടീമും ഏറ്റെടുത്തിട്ടുള്ളത്. അതിനെല്ലാവിധ പിന്തുണയും ഞാനിവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. ലഹരിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിനകം അറിയിച്ചിട്ടുണ്ട്. സർക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ സംഘടനകളും, എല്ലാ കൂട്ടായ്മകളും വ്യക്തികളും ഒക്കെ തന്നെ ഇതോടൊപ്പം നിലകൊണ്ട് എല്ലാവരും ഒരു ടീമായി ഇതിനെ ചെറുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ പൊതുവെ ആഗ്രഹിക്കുന്നത്. കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നിയമ നടപടികൾ സ്വീകരിക്കുന്നു. നിയമ നടപടികൾ സ്വീകരിച്ചതിൻ്റെ കണക്കും മറ്റുമൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. പുതിയ തലമുറയെ മാത്രം ഇതിൻ്റെ ഭാഗമായി കുറ്റപ്പെടുത്തി പോകുന്ന ഒരു രീതിയുണ്ട്. അതൊരു തെറ്റായ രീതിയാണ്. നിലവിലുള്ള സാഹചര്യം നമ്മൾ ഓരോരുത്തരുടെയും, നിങ്ങൾ ഓരോരുത്തരുടെയും ഒക്കെ തന്നെ യുവത്വ കാലഘട്ടത്തിലെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പുതിയ തലമുറ അതിൻ്റെ ഭാഗമായി തന്നെ ഒരുപാട് പുതിയ പുതിയ വെല്ലുവിളികൾ നേരിടുകയാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മയക്കുമരുന്ന് എന്തെന്നുള്ളത് ആദ്യം കാണുന്ന ഒരു സിനിമ ശ്രീ ഭരതൻ്റെ പ്രമാണം എന്നുള്ള സിനിമയാണ്, പ്രണാമം എന്നുള്ള സിനിമയാണ്. ആ സിനിമയിലാണ് അന്നത്തെ ഒരു യുവത്വം ശ്രീ വിനീതും അശോകനും ഒക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ആ സിനിമയിൽ കാണിക്കുന്നത്. വലിയ സിറിഞ്ചാണ്, 1 കിലോമീറ്റർ നീളം ആ സിറിഞ്ചിനുണ്ടെന്ന് തോന്നുന്നു. അപ്പം ലഹരി എന്ന് പറയുമ്പോൾ എന്തോ ഒരു നീളമുള്ള സിറിഞ്ച് കുത്തലാണ് എന്നായിരുന്നു അന്ന് ഞങ്ങളുടെ തലമുറ കരുതിയത്. അതുകൊണ്ട് സിറിഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ലഹരി എന്ന് പറയുമ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ നമ്മൾ ഇരുന്ന ഇരിപ്പിൽ നമ്മളോട് സംസാരിക്കുന്നവർ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. നാവിൻ്റെ അടിയിലും പല്ലിൻ്റെ ഇടയിലൊക്കെ വെച്ചുകൊണ്ട് ലഹരി ഉപയോഗം നടത്തുകയാണ്. അങ്ങനെയുള്ള പുതിയ പുതിയ രീതികൾ, ഒരു സ്മെല്ല് പോലും ലഹരിയായി മാറുന്ന നില ഇന്നത്തെ കാലത്ത് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ കാലം മാറുന്നു,
സാഹചര്യം മാറുന്നു. ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ പരീക്ഷയുൾപ്പെടെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാൻ ഇന്ന് സാധ്യമാകുന്ന മാർഗം ലഹരിയാണ് എന്ന് തോന്നുന്ന നിലയിൽ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്ന സ്ഥിതി വരുന്നു. നേരത്തെയുള്ള കാലത്ത് നമ്മളൊക്കെ നമ്മുടെ ചെറുപ്രായത്തിൽ ഗ്രൗണ്ടിൽ ഓടിപ്പോയി കളിക്കാറുണ്ട്. കളിക്കുന്നത് വലിയ വലിയ താരങ്ങളാകാനല്ല, കളിക്കുന്നത് കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ സഹായകരമാകുന്നു. കളിക്കുന്നത് തോൽവി എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായകരമാകുന്നു. പലപ്പോഴും കളിയിൽ നമ്മൾ തോൽക്കുകയാണ്. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഷട്ടിലായാലും മറ്റെന്ത് കളിയായാലും നമ്മൾ തോൽക്കുകയാണ് കൂടുതൽ. തോൽക്കുമ്പോൾ തോൽവിയിൽ നിന്നും എങ്ങനെ തോൽവിയെ മറികടക്കാനാകുമെന്ന് മാനസികമായുള്ള ഒരു കരുത്തുകൂടി ഈ കായിക മേഖല നമുക്കൊരു അധ്യാപകനായി നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് അത്തരം കളിയിടങ്ങൾ കുറയുന്നു, കളിക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. അതിൻ്റെ ഭാഗമായി ചെറിയ ചെറിയ തോൽവി പോലും വലിയ വലിയ പ്രശ്നങ്ങളായി പുതിയ തലമുറ കാണുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചെറിയൊരു തോൽവി താങ്ങാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. ചെറിയൊരു തോൽവി ഉണ്ടാക്കുന്ന മാനസിക ആഘാതം സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരുന്നു. ഇതിനെയൊക്കെ മറികടക്കാൻ ചെറിയ ചെറിയ പരാജയങ്ങൾ, ചെറിയ ചെറിയ വേദനകൾ, ചെറിയ ചെറിയ ടെൻഷനുകൾ, അതിനെ മറികടക്കാനുള്ള ഒരു ഉപകരണമായി ലഹരി മാറുന്നു. അപ്പോൾ പൊതു ഇടങ്ങൾ വർദ്ധിക്കുക, കളിയിടങ്ങൾ വർദ്ധിക്കുക, കലാകായിക മേഖലയെ വളർത്തുക എന്നുള്ളതൊക്കെ തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിരോധം കൂടിയാണ്. ഏതു തരം കൂട്ടായ്മകളും വളരെ പോസിറ്റീവായി നാം കണ്ടുകൊണ്ട് അതിനെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി പുതിയ തലമുറയെ ആകെ കുറ്റപ്പെടുത്താതെ അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊരു കൈത്താങ്ങായി മാറുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. ഇവിടെ SKN അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തെ ഒരു ലഹരിയായി കണ്ടിരിക്കുകയാണ്. ഈ 40 കൊല്ലം മാധ്യമ പ്രവർത്തനത്തെ ഒരു ലഹരിയായിട്ടാണ് അദ്ദേഹം കണ്ടത്. കലാരംഗത്തും കായിക രംഗത്തും അതുപോലെ ഏതൊരു മേഖലയെയും സ്വയം ലഹരിയായി കണ്ട് ആ മേഖലയിലേക്ക് പുതിയ തലമുറയെ തള്ളിവിടുക, അവരുടെ പാഷൻ എന്തെന്ന് മനസ്സിലാക്കി അവരെ അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിന് നമ്മളെല്ലാവർക്കും കൈകോർക്കാം. സാധ്യമാകുന്ന എല്ലാവരെയും കൈകോർത്തുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്താം. അതിന് തീർത്തും മാതൃകയാണ് SKNൻ്റെ നേതൃത്വത്തിലുള്ള 24 ടീമിൻ്റെ ഈ പ്രവർത്തനം. അതിന് സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും, സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ക്യാമ്പയിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഈസ്റ്റർ ആശംസകൾ. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു.